ആഹാ സീതയോ, ഇന്നലെ തന്നെ നിന്റെ കാര്യം ഓർത്തോളൂടി. ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ. ഞാൻ മോടെ വീട് വരെ പോയിരുന്നു. അവിടെ ഉത്സവമായിരുന്നു ചേച്ചി. ഓ അടിച്ചു പോളി. രവീന്ദ്രൻ ചേട്ടൻ എന്തി? ഞാനിപ്പോ ദേഹം തുടച്ചിട്ടതേ ഉള്ളൂ. ശ്രദ്ധിക്കണേ ചേച്ചി, ഒരേ കിടപ്പാണ്, പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഞാനേ ആ ഉണ്ണിത്താന്റെ വീട് വരെ പോയിരുന്നു ചേച്ചി. അങ്ങനെ മരിച്ചപ്പോഴേ എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. ഞാനും ഇവിടം വരെ പോയിടയോ, എന്തൊരു കരച്ചിലും വിളിയൊക്കെ ആയിരുന്നു. ഒന്നോർത്താലേ അയാള് മരിച്ചത് തന്നെ നന്നായി. അയാള് മരിച്ചതോടുകൂടിയേ ആ കുടുംബം രക്ഷപ്പെട്ടു. എടേ നീ എന്തോ ഈ പറയുന്ന, ഒരാൾ മരിക്കുമ്പോഴാണ് കുടുംബം രക്ഷപ്പെടുന്നത്? സത്യേച്ചി ഞാൻ ഈ പറയുന്നത്. ഉണ്ണിത്താൻ മരിക്കുമ്പോഴേ വീട് ജപ്തിയിലല്ലായിരുന്നു, ഇപ്പൊ ലോൺ അടയ്ക്കണ്ടായിരുന്നു. എന്താ? അയാള് ലോൺ എടുത്ത സമയത്തെ ഒരു ഇൻഷുറൻസ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലോൺ അതിന്റെ കൂടെ അടച്ചു പോവുക. അത് തന്നെയുമല്ല, ഇപ്പൊ ഉണ്ണിത്താന്റെ പേരിലുള്ള പ്രമാണം ഭാര്യയുടെ പേരിലും ആക്കി. അതോടുകൂടി അവർ വീടിന്റെ അടുത്തുള്ള 5 സെന്റ് വസ്തു വിറ്റ് ഇപ്പൊ കടവും വീട്ടി പുതിയ ബിസിനസ്സും തുടങ്ങാൻ പോകുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിത്താന് പകരമാവത്തില്ലല്ലോ. ചേച്ചി, രവീന്ദ്രൻ ചേട്ടൻ വീടിന്റെ മുകളിൽ നിന്ന് വീണപ്പോഴേ അറബി വല്ല പൈസയും കൊടുത്തായിരുന്നു. ഒരു കുറച്ച് പൈസയൊക്കെ തന്ന് അത് ചികിത്സയ്ക്ക് അങ്ങ് ചെലവായി പോയില്ലേ? ലോൺ അടയ്ക്കുന്നുണ്ടോ? എല്ലാം അറിഞ്ഞിരുന്നോണ്ട് അവൾ എന്നോട് ചോദിക്കുവോ എവിടെ നിന്നെടുത്ത് അടയ്ക്കാനാടി? കുഞ്ഞു പണിക്ക് പോകുന്നത് കൊണ്ട് ഇവിടെ കഞ്ഞി കുടിച്ചു കിടക്കുന്നു. അച്ചാറിന്റെ ഓർഡർ വല്ലതും ഉണ്ടോ ചേച്ചി? പഴയതുപോലൊന്നും നടക്കുന്നില്ലടേ. അദ്ദേഹത്തെ നോക്കുന്നതിനിടയ്ക്ക് എനിക്ക് ഇനി അന്നും സമയം കിട്ടത്തില്ല. അന്നേ ഒരു യൂണിറ്റ് അങ്ങ് തുടങ്ങിയാൽ മതിയായിരുന്നു. അതിന് പൈസ ഒക്കെ വേണ്ടേ? ഒന്നും അറിയത്തില്ല. അതെങ്ങനാ ഒരു ലോൺ വല്ല എടുക്കാൻ പറ്റുമോ? പ്രമാണം കൊണ്ട് ബാങ്കിലും വെച്ചിരിക്കോ? 5 സെന്റ് വിറ്റിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. ഇത് ചെയ്യാനാന്ന് പറയണം. നീ ഇരിക്കടി, ഞാൻ ചായ എടുത്തോണ്ട് വരാം.